ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്തിനാണ് ഇങ്ങനെ ഫേസ് കാണിച്ച് പറഞ്ഞു വെച്ചാൽ ചാർട്ടിനകത്ത് എനിക്കൊന്നും പറയാനില്ല. കാരണം നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വെറുതെ പ്രവസനം കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല. നിലവിലത്തെ അവസ്ഥ വെച്ചിട്ട് നമ്മുടെ ചാർട്ടുകൾക്കൊന്നും പ്രത്യേകിച്ച് ഇൻട്രാഡേ ലെവലുകൾക്കൊന്നും യാതൊരു പ്രസക്തിയില്ല. കാരണം മാർക്കറ്റിൽ ഇപ്പോഴും ഗ്ലോബലി ഒരു അൺസർട്ടനിറ്റി നിൽക്കുകയാണ്. നമ്മൾ വിചാരിച്ച പോലെ യുദ്ധം അവസാനിക്കുന്നില്ല. രണ്ട് പക്ഷവും വളരെയധികം ശക്തിയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ഇരയായിട്ട് ഞാനും ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ഇന്നലെ രാത്രിയിലൊന്നും സത്യം പറഞ്ഞാൽ ശകലം പോലും ഉറങ്ങിയില്ല. അത്രയ്ക്ക് നല്ല അടിയായിരുന്നു. അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജനലൊക്കെ നല്ല വൃത്തിയായിട്ട് കുലുങ്ങും. അതേമാതിരിയുള്ള അടിയാണ്. ഇപ്പോൾ കുവൈറ്റിലുള്ളവർക്കറിയാം. അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളിതൊക്കെ അനുഭവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ല എന്ത് ചെയ്യാൻ പറ്റും? വരുന്നിടത്ത് വെച്ച് അനുഭവിക്കുക, അല്ലാതെ നമ്മൾ വേറെ എന്ത് പറയാനാണ്. അപ്പം ഇന്ന് രാവിലെയൊക്കെ ഒരു ശമനം ഉണ്ടായിരുന്നു. പിന്നെയും ഉച്ച കഴിഞ്ഞപ്പം പതുക്കെ ഒന്ന് രണ്ടോ ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ എന്ന് ഇതിനൊരു അറുതിയാകും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതിനൊരു അറുതി വരാതെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സമവായ ചർച്ച വരാതെ നമുക്ക് മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു മാർക്കറ്റിൻ്റെ ഒരു നീക്കത്തെക്കുറിച്ച് നമുക്കൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഈ യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളിൽ എൻ്റെ മനസ്സിലുള്ള 2-3 ആശയങ്ങൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഈ യുദ്ധം ഉണ്ടായത് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് വെറും ഒരു ആയുധ കച്ചവടത്തിന് വേണ്ടിയാണ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം പല രാജ്യങ്ങളും പല ആയുധങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാനൊരു സ്ഥലം വേണമല്ലോ, ടെസ്റ്റ് ചെയ്യാൻ സന്ദർഭമാണ്. ചുമ്മാ സാധനം മാത്രം ഉണ്ടാക്കിയാൽ മാത്രം പോരായല്ലോ. അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള യുദ്ധങ്ങളൊക്കെ ഉണ്ടാകണം. അപ്പം വാർഫീൽഡിൽ ഈ പറയുന്ന സാധനങ്ങൾ, ഈ പത്രത്തിൽ കാണുന്ന സാധനങ്ങളൊന്നും ആയിരിക്കത്തില്ല ഉപയോഗിക്കുന്നത്. ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന പല സാധനങ്ങളും പരീക്ഷിച്ച് നോക്കാനും അതിൻ്റെ കേപ്പബിലിറ്റി എത്രത്തോളം ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കാനും ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള യുദ്ധങ്ങൾ ഇവർ ഉപയോഗിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുമാത്രമല്ല, ഇത് വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും കൂടെയാണ്. പലരും പലരുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് അതിൻ്റെ ശക്തിയും ശേഷിയൊക്കെ മനസ്സിലാക്കി പിന്നെ അത് മറ്റു രാജ്യങ്ങൾക്ക് വിൽക്കുക എന്നുള്ളതും കൂടെ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യം. ഇതൊക്കെ ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന ഓരോരോ കളികളാണ്. ഓക്കെ, ഇപ്പോൾ തന്നെ ഞാനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങളിൽ GCC കൺട്രികളിലെല്ലാം വെച്ചേക്കുന്ന ഈ ഡിഫൻസീവ് സിസ്റ്റം എല്ലാം അമേരിക്കയുടെ സാധനമാണ് അല്ലേ. അപ്പോൾ പണ്ട് മുതൽ വെച്ചേക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ശേഷി ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കണ്ടേ? എങ്ങനെ പരിശോധിക്കും? ഇങ്ങനൊരു സംവിധാനം ഉണ്ടായെങ്കിലേ പരിശോധിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇങ്ങനെ പരിശോധിച്ചപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു വാർഫീൽഡ് ഒരു വാർമുഖം വന്നു കഴിഞ്ഞപ്പം, യുദ്ധമുഖം വന്നു കഴിഞ്ഞപ്പം എന്താ സംഭവിച്ചത്? ഇത് പരീക്ഷിച്ച് നോക്കി. അപ്പോൾ പലതും പരാജയപ്പെട്ടു, പലതും ചുവതാരം വർക്ക് ചെയ്തില്ല, പലത് മാൽ ഫങ്ഷൻ ചെയ്തു. അപ്പം നിങ്ങളുടെ സാധനങ്ങളെല്ലാം ഔട്ട്ഡേറ്റഡ് ആണ്. അപ്പോൾ പുതിയ സാധനം വാങ്ങിക്കണം. ഒരു പ്രൊക്യൂർമെൻ്റ് ആയില്ലേ? ഞാൻ മനസ്സിലായോ? ഇന്നലെ തന്നെ ഞങ്ങളുടെ കുവൈറ്റിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ 3 അമേരിക്കയുടെ തന്നെ ഫൈറ്റർ ജെറ്റിനെ ഇവിടുത്തെ ഡിഫൻസ് സിസ്റ്റം തന്നെ അടിച്ചിട്ടു. ബൈ മിസ്റ്റേക്കിൽ അടിച്ചിട്ടതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ബൈ മിസ്റ്റേക്കിൽ അടിച്ചിട്ടത്? അപ്പോൾ അതിൻ്റെ സിസ്റ്റം അത്രത്തോളം ശരിയല്ല, ഔട്ട്ഡേറ്റഡ് ആണ്. അപ്പം പുതിയ സാധനങ്ങൾ വാങ്ങിക്കണം. അപ്പോൾ അതിന് ഒരു പ്രൊക്യൂർമെൻറ്റായി. ഞാൻ മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് ഇതിനിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ. പിന്നെ അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം. അത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഈ യുദ്ധം പെട്ടെന്ന് തീർക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷെങ്കിൽ ചിലരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്കനുസരിച്ച് യുദ്ധത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്തൊക്കെയോ ഡീലുകൾ എവിടെയൊക്കെയോ ഉറപ്പിക്കാനുണ്ട്. ഉറപ്പിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇത് വൈൻഡപ്പ് ആകും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിനതിൽ കൂടുതൽ ഡീറ്റെയിൽസിലൊക്കെ ഒന്നും ഞാൻ പോകുന്നില്ല. അതിനൊക്കെ പല റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇത് പബ്ലിക്കലി വരുന്ന സാധനങ്ങളല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ അങ്ങനെ ചുമ്മാ വാതുറന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും അമേരിക്കയ്ക്കും ഈ യുദ്ധം എത്രയും പെട്ടെന്ന് നിർത്തിയേ ഒക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഇറാൻ്റെ സൈഡിലും ധാരാളം നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ മിക്കവാറും അടുത്ത 1-2 ദിവസങ്ങൾക്കകം ഇതിൻ്റെ സമവായം ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞത് 2 ദിവസത്തിനകം തീരുമെന്നാണ് വിചാരിച്ചത്. 2 ദിവസത്തിനകം തീർന്നില്ല. കാരണം അവരുടെ നേതാവ് നഷ്ടപ്പെട്ടു. ഇവിടെയും ധാരാളം സോൾജേഴ്സ്, ധാരാളം അല്ല, അമേരിക്കൻ സോൾജേഴ്സ് നഷ്ടപ്പെട്ടു. അപ്പോൾ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കലിപ്പുണ്ട്. അപ്പോൾ ആ കലിപ്പ് തീരുന്നിടം വരെ അടിക്കും. അതിനുശേഷം ഏതെങ്കിലും ഒരു സമവായ ചർച്ചയിൽ ഇത് അവസാനിക്കും എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഇന്ന് രാത്രി വളരെ നിർണായകമാണ്. ഇന്ന് രാത്രിയിൽ ഒരു പക്ഷെങ്കിൽ നല്ല രീതിയിൽ ഒരു അടി നടക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അപ്പോൾ ആ അടിയോടുകൂടെ ഇതിനൊരു പരിസമാപ്തിയാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് കണ്ടാലറിയാം ഗോൾഡല്ല, ഈ ക്രൂഡിൻ്റെയും NGയുടെയും വില ക്രമാതീതമായിട്ട് ഭയങ്കരമായിട്ട് കയറുന്നുണ്ട്.
ഒന്നാമത്തെ കാര്യം ഹോർമൂസ് കടലെടുക്ക് അവർ ഇറാൻ അടച്ചു. ഇനി അതുവഴി ഏത് കപ്പൽ പോയാലും അതിനെ കത്തിച്ച് കളയാനാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് വലിയൊരു പ്രശ്നമാണ്. ലോകത്തിലെ തന്നെ മൊത്തം ചരക്ക് നീക്കത്തിൻ്റെ ഏകദേശം 20% ചരക്ക് നീക്കം ആ കടലിടുക്കൂടിലാണ് നടക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഗ്ലോബലി തന്നെ വളരെ ഒരു അൺസർട്ടനിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഗ്ലോബലി തന്നെ ചരക്ക് നീക്കങ്ങൾ തടസ്സപ്പെടാനുള്ള സാധ്യത വളരെ തടസ്സപ്പെട്ടു. മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് അതിനകത്ത് കൂടെ ക്രൂഡ് ഓയിലാണ് ഏറ്റവും കൂടുതൽ അതുവഴി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുവഴി അത് അടച്ചോടുകൂടി പിന്നെ ഈ ഗതാഗതം ഈ പറയുന്ന ചരക്ക് നീക്കം തടസ്സപ്പെട്ടു. അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ നീക്കവും തടസ്സപ്പെട്ടു. അപ്പോൾ അത് ക്രമാതീതമായിട്ട് മാർക്കറ്റിൽ വില കൂടാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഇപ്പോൾ ഇന്ത്യയും ഇപ്പോൾ പറഞ്ഞു, ഇന്ത്യക്ക് ഇപ്പോൾ ക്രൂഡ് കിട്ടിയില്ല 2 മാസം ഓടിക്കാനുള്ള സാധനം അവർ നമുക്ക് എന്തുണ്ട്, സ്റ്റോറേജ് ഉണ്ട്. ഓക്കെ, എങ്കിൽ തന്നെയും അതൊരു ആശങ്ക സൃഷ്ടിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതനുസരിച്ച് ക്രമാതീതമായിട്ട് ക്രൂഡിൻ്റെ വില മേലോട്ട് കയറുകയും ചെയ്യുന്നു. അതൊരു ആശങ്കയാണ്. ഇത് രണ്ടാമത്തെ പ്രശ്നം LNG ആണ്. LNGയുടെ ഏറ്റവും വലിയ ഒരു ഉൽപ്പാദകരാണ് നമ്മുടെ ഖത്തർ. പക്ഷേങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി ഖത്തറിൻ്റെ ആ പ്ലാന്റിനകത്തിലാണ് ഈ ഇറാൻ ഒരു മിസൈൽ കൊണ്ടിട്ടേക്കുന്നത്. അപ്പോൾ അതോടുകൂടി അവിടുത്തെ പ്രൊഡക്ഷൻ നിർത്തിയപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് യൂറോപ്പിനെയാണ്. കാരണം ഖത്തറിൽ നിന്ന് യൂറോപ്പാണ് ഏറ്റവും കൂടുതൽ LNG നാച്ചുറൽ ഗ്യാസ് വാങ്ങിക്കുന്നത് യൂറോപ്പാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ ഏകദേശം ഈ 50% LNGയുടെ വില കൂടിയെന്നാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇന്നലെ വൈകുന്നേരം 270 റേഞ്ചിൽ നിന്ന് NG ആണ് ഇന്നിപ്പം ഏകദേശം 290 റേഞ്ചിലേക്ക് ഇപ്പം വന്നിട്ടുണ്ട്. ഞാൻ നോക്കുന്നത് കറക്റ്റ് 293 ഇപ്പോൾ വന്നു. മനസ്സിലായില്ലേ? അപ്പം വലിയ പ്രശ്നമായിട്ട് അങ്ങോട്ട് മാറിയേക്കാണ്. അപ്പം ഇത് യൂറോപ്പിനെ വളരെ പ്രശ്നമാണ്. കാരണം അവിടെ വില കൂടും, സാധനങ്ങൾക്ക് വില കൂടും, പണപ്പെരുപ്പം ഉണ്ടാകും, പല പ്രശ്നങ്ങൾ യൂറോപ്പ് സൈഡിലുണ്ടാകും. അപ്പോൾ അത് യൂറോപ്പ് ഒരിക്കലും സമ്മതിക്കത്തില്ല. അപ്പോൾ യൂറോപ്പ് അത് അമേരിക്കയെ പ്രഷർ ചെയ്ത് എങ്ങനെങ്കിലും ഇതൊരു സമവായത്തിലെത്താൻ ശ്രമിക്കും. അതുപോലെ തന്നെ ക്രൂഡിൻ്റെ പ്രശ്നമായാലും പല രാജ്യങ്ങൾക്കും അത് ഒരു പ്രശ്നം, ഇന്ത്യക്ക് തന്നെ ആണെങ്കിലും പല പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ ഇടപെട്ട് ഈ യുദ്ധം ഉടൻ തന്നെ അവസാനിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ ഹോർമൂസ് കടലിടുക്കിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. കാരണം അത് അത് അടഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലോകത്തിലുള്ള പല ചരക്ക് ഗതാഗതങ്ങളും മുടങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ യൂറോപ്പ് മൊത്തത്തിൽ തന്നെ പ്രശ്നമാണ്. അവർക്ക് LNGയുടെ നാച്ചുറൽ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഇത് 2 കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ യുദ്ധം പെട്ടെന്ന് അവസാനിക്കാനുള്ള സാധ്യതയാണ് ഞാൻ മുന്നിൽ കാണുന്നത്. അങ്ങനെ സംഭവിക്കണമെന്നില്ല. കാരണം ഇത് തുടങ്ങിയപ്പം ഞാൻ പറഞ്ഞ 2 ദിവസത്തിനകം തീരുമെന്ന്. പക്ഷേ 2 ദിവസം തീർന്നു ഇല്ല. ഇന്നിപ്പം 4-5 ദിവസം കണ്ടാണ് ഇല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ മാത്രം വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഈശ്വരനോട് പറയാമെന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ച് മാർഗ്ഗമൊന്നുമില്ല. നല്ല ബുദ്ധി കൊടുക്കട്ടെ, തീരട്ടെ, സമവായത്തോടെ തീരട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമുക്കിനി ചാർട്ടിനകത്തോട്ട് വരുവാണെങ്കിൽ ചാർട്ടിനകത്ത് ഞാൻ എന്താ നിങ്ങളോട് പറയേണ്ടത്? കാണാപ്പാടെ എനിക്ക് കുറച്ച് ലെവലുണ്ട്. കാണാപ്പാടെ ആ ലെവലുകൾ തന്നെ ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്തിട്ട് നമ്മൾ ഡയറക്റ്റ് അങ്ങ് സംസാരിച്ചേക്കാം. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ചാർട്ട് തന്നെ കൊടുത്ത് ഇട്ടേക്കാം. നമുക്കിതിനകത്തിൽ ചാർട്ടിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ പോകുകയും 3 ലെവലേ നമുക്ക് പറയാനുള്ളൂ. 3 ലെവൽ എന്ന് പറഞ്ഞാൽ 1,25,000. ഓക്കെ, 1,25,000, 1,24,500. 25,000 മുകളിലോട്ടുള്ളതാണ്. എത്തിയിട്ടില്ല, അതിന് താഴെ നിൽക്കുന്നത്. ഇപ്പോൾ 24 ഇപ്പോൾ എത്രയാണല്ലോ നിൽക്കുന്നത്? ഏകദേശം 24,865 മാർക്കറ്റ് നിൽക്കുന്നത് അല്ലേ? 865 മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പം ഇപ്പോൾ ഈ നിഫ്റ്റി ഇപ്പം നിലവിൽ ഓടുന്നത് ഏകദേശം 500 പോയിൻറ്റ് 600 പോയിൻറ്റ് താഴെ ഗ്യാപ് ഡൗണിലാണ് ഓടിയുന്നത്. അപ്പോൾ അങ്ങനെ നാളെ മാർക്കറ്റ് ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നാളെ 500 പോയിൻറ്റ് താഴെ പോകുകയാണെങ്കിൽ ഏകദേശം 24,300 24,200 റേഞ്ചിലൊക്കെ ആയിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു പിന്നെ റേഞ്ച് എന്ന് പറയുന്നത്. നമുക്കറിയത്തില്ല രാത്രി എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം. അപ്പോൾ നമുക്കിനി ഇവിടെ സംഭവിക്കാനുള്ള 24,500 നമ്മുടെ കയ്യിലുണ്ട്. 24,500 എന്ന് പറഞ്ഞൊരു ലെവൽ നമ്മുടെ കയ്യിലുണ്ട് ഇല്ല. അത് നാളെ പൊട്ടും. എന്തായാലും പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ താഴോട്ടുള്ളത് നമുക്ക് 24,000 ഞാൻ ആ ലെവൽ വേണമെങ്കിൽ ഒന്ന് എടുത്ത് ഒരു കാര്യം ഞാൻ നമുക്ക് ചാർട്ടിലോട്ട് വരാം. അത് നല്ലത്. ചാർട്ട് കണ്ട് സംസാരിക്കാമല്ലോ. ചാർട്ടിനകത്തോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു ഒരു ഡെയിലി ക്യാൻഡിൽ ഇട്ടിരുന്നു അല്ലേ? ഡെയിലി ക്യാൻഡിൽ ഏറ്റവും താഴെ പോയിട്ട് പിന്നെ അവസാനം ഒരു പകുതിക്കുള്ളിൽ റിക്കവർ ചെയ്താണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. ഇത് പോട്ടെ, ഇതിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. കഴിഞ്ഞ കാര്യം കഴിഞ്ഞിനി അതിനെപ്പറ്റി കിടന്ന് വെറുതെ സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഓക്കെ, മാർക്കറ്റ് ഇപ്പം നിലവിൽ നിൽക്കുന്നത് 24,865. ഇപ്പോൾ 600 പോയിൻറ്റ് ഗ്യാപ് ഡൗണിലാണ് മാർക്കറ്റ് ഇപ്പം നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ,
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് 865 600 പോയി കഴിഞ്ഞാൽ ഏകദേശം 24 300 200 റേഞ്ചിലായിരിക്കണം നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. ഈ അവസാനം തുടരുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഈ ലെവലായിരിക്കും തുടരേണ്ടത്. നമുക്ക് നിലവിൽ ഇനി ഉള്ളത് പിന്നെ ഉള്ളത് നമുക്ക് വെച്ചാൽ ഞാൻ കനത്തിൽ ആക്കിയേക്കാം. നമുക്കുള്ളത് ഇനി 24,000 എന്ന് പറഞ്ഞ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. ഓക്കെ, ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. ഓർമ്മയുണ്ടല്ലോ 24,000. 24 336 പൊട്ടിയാൽ ഓക്കെ, 24 336 പൊട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഡേ ക്യാൻഡിലാണ്, ഡേ ചാർട്ടാണ് കാണുന്നത്. പൊട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ സപ്പോർട്ടുള്ളത് 24,000 സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഉള്ള ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് 23,800 ഈ 23,800 വളരെയധികം പ്രാധാന്യമുള്ളൊരു ലെവലാണിത്. നമ്മൾ പ്രീവിയസ് ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഞാൻ പല പ്രാവശ്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ട് 23,800 കഥ പറഞ്ഞിട്ടുണ്ട് ഞാൻ, ഇല്ലേ? 23,800 എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ടാണിത്. 23,800 എന്ന് പറയുന്നത് ഈ പ്രധാനപ്പെട്ട സപ്പോർട്ട് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വളരെ ഡ്രാസ്റ്റിക്കായിട്ട് മാർക്കറ്റ് താഴെ പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയത്തില്ല. ഏത് നിമിഷവും മാർക്കറ്റിൽ യുദ്ധം തീർന്ന ഒരു റിക്കവറി ഉണ്ടാകുന്നുള്ള കാര്യം ഉറപ്പാണ്. എങ്കിലും നമുക്ക് നാളെ ശ്രദ്ധിക്കേണ്ട ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24,574 1, പിന്നെ 24,336, പിന്നെ 24,000 സൈക്കോളജിക്കൽ സപ്പോർട്ട്. പിന്നെ മേജർ നിഫ്റ്റിയുടെ ക്രൂഷ്യൽ ലെവൽ എന്ന് പറയുന്നത് 23,800 ഈ 23,800 വളരെ വളരെ നിർണായകമാണ്. നിഫ്റ്റിക്ക് വളരെ ക്രൂഷ്യലാണ്. ഈ 23,800 പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡേ വൈസിൽ പൊട്ടി താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിലിരിക്കുക. വേറെ കൂടുതലൊന്നും പറയാനില്ല. നമുക്ക് നാളെ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ബാക്കി വോയിസ് ആയിട്ട് ഇടാം. അല്ലെങ്കിൽ ഞാൻ ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ നേരത്തെ തന്നെ ഞാനൊരു വോയിസ് സമ്മറി ഇടാം. വേറെ മാറ്റങ്ങൾ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ആസ് യൂഷ്വൽ നമ്മൾ എപ്പോഴും ഇടുന്ന പോലെ തന്നെ ഇടാം. വേറെ കൂടുതലൊന്നും പറയാൻ എന്താ വേറെ കൂടുതൽ പറയേണ്ടത്? വേറെ ഒന്നും പറയാനില്ല. നമ്മൾ പറഞ്ഞിട്ട് യാതൊരു കഥയില്ല. കാരണം പറയുന്നതെല്ലാം നിമിഷങ്ങൾ കൊണ്ട് തന്നെ മാറി മറിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കഴിവതും നിങ്ങളുടെ കയ്യിൽ പൊസിഷൻ ഒന്നും ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ കഴിവതും നിങ്ങൾ മാറി നിൽക്കുക. ഈ യുദ്ധം കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. പുതിയ ആൾക്കാർ അല്ല, റിസ്ക് എടുക്കുന്നവർ അവരവരുടെ റിസ്ക് അനുസരിച്ച് നിങ്ങൾ ട്രേഡ് എടുക്കുകയും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറാനും നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രമിക്കണം. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ എനിക്ക് നിങ്ങളോട് പറയാൻ. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പം എല്ലാവരെയും ഗൾഫിലുള്ളവരെയൊക്കെ ദൈവം സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലാതെ വേറെ നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക, ഫാമിലിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ഓക്കെ, ഇവിടെ ഏത് നിമിഷവും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ലോകമാണ്, അടുത്ത നിമിഷം എന്താ സംഭവിക്കുക നമുക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.